ISC അലൈൻ അവതരിപ്പിക്കുന്ന ഓണോത്സവം 2025 നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. So as far as us expatriates are concerned, Onam is a never-ending festival for us. And we have been privileged to have a lot of Ona Sadyas that had been happening over the weeks at the premises of Indian Social Center. പക്ഷേ ISCയുടെ ഒരു കൾച്ചറൽ പ്രോഗ്രാം, എൻ്റർടൈൻമെൻറ്റ് വിങ് ഒരുക്കുന്ന ഒരു കൾച്ചറൽ ഫെസ്റ്റ് ഒരുങ്ങാതെ എങ്ങനെയാണ് നമുക്ക് ഓണപരിപാടികൾ നമുക്ക് കംപ്ലീറ്റ് ആവുക അല്ലേ? ആ ഒരു ഈവനിങ് ആണ് ഇന്ന് നമുക്കിവിടെ അരങ്ങേറാൻ പോകുന്നത്. സോ ടുഡേ വി ആർ പ്രസൻറ്റിംഗ് ഓണോത്സവം 2025 ബൈ ഇന്ത്യൻ സോഷ്യൽ സെൻറ്റർ. ഇനി നമ്മുടെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ്. അതിനായി ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ISCയുടെ കരുത്തനായ പ്രസിഡന്റ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മിസ്റ്റർ റസൽ മുഹമ്മദ് സാലി. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി മിസ്റ്റർ അനിമോൻ രവീന്ദ്രൻ, ഹോണറബിൾ അസിസ്റ്റന്റ് ട്രഷറർ മിസ്റ്റർ ജാഷിദ് പൊന്നേത്ത്, നമ്മുടെ ഓണോത്സവം 2025 എല്ലാ പരിപാടികളിലും കൃത്യമായ ഏകോപനത്തിലൂടെ ഇതൊരു വൻ വിജയമാക്കി തരുന്നത്. ഇതൊരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാമാണ്, 2 hours കണ്ടിന്യൂസ് പ്രോഗ്രാമാണ്. ഇതിൻ്റെ പിന്നിലെ നമ്മുടെ കരുത്ത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലജീബേട്ട വെൽക്കം. നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറി എൻ്റർടൈൻമെൻറ്റ് വിങ് മിസ്റ്റർ ദിനേശ്, വനിതാ ശാക്തീകരണത്തിൻ്റെ മുഖഛായയായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട റൂബി ടീച്ചർ, നമുക്ക് പായസം കോമ്പറ്റീഷനും പൂക്കളം കോമ്പറ്റീഷനും നടക്കുന്നുണ്ട്. അതുമായിട്ട് വിമൻസ് ഫോറം വിങ്ങിലുള്ള ആൾക്കാർ കുറച്ച് ബിസിയാണ്. നെക്സ്റ്റ് വിമൻസ് ഫോറം സെക്രട്ടറി മിസ്സിസ് ബിജിലി സാമുവേൽ. ഓക്കെ. നെക്സ്റ്റ് യുണൈറ്റഡ് മൂവ്മെൻറ്റ് ചെയർമാൻ ഡോക്ടർ ഷാഹുൽ ഹമീദ്. ഓക്കെ, സോറി, മലയാളം മിഷൻ ചെയർമാൻ ഡോക്ടർ ഷാഹുൽ ഹമീദ്. യുണൈറ്റഡ് മൂവ്മെൻറ്റ് സീനിയർ വൈസ് ചെയർമാൻ മിസ്റ്റർ മുബാറക് മുസ്തഫ. കൺവീനർ മിസ്റ്റർ സുരേഷ്. ഓക്കെ. ചിൽഡ്രൻസ് ഫോറം മോണിറ്റർ ഇസത്ത് ഇഫ്തിഖർ. പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ് ഇസത്ത്. സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അനിയേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് ടു ആൾ. എല്ലാവർക്കും നമസ്കാരം. മലയാളികളുടെ സാംസ്കാരിക ഉത്സവമായ ഓണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ISCയിൽ ഓണസദ്യകളും ഓണപരിപാടികളും നടന്നു വരികയാണ്. കഴിഞ്ഞിട്ടില്ല, തുടർന്നും നവംബർ ആദ്യ ആഴ്ച വരെ ഇത്തരം പരിപാടികൾ ISCയുടെ അങ്കണത്തിൽ നടക്കുകയാണ്. ISCയുടെ ഓണസദ്യ കഴിഞ്ഞിട്ട് ഒരു വിഭവസമൃദ്ധമായ കലാസാഹിത്യ സദ്യ ISC നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. അതിനിവിടെ നിങ്ങളെല്ലാവരും ആ സദ്യ ആസ്വദിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയിരിക്കുന്നത്. ഈ വൈകിയ വേളയിൽ ഞാൻ അധികം കിടക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. ISCയുടെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ റസൽ മുഹമ്മദ് സാലി, അസിസ്റ്റന്റ് ട്രഷറർ ഷാജിദ്, വനിതാ വിഭാഗം ചെയർലേഡി ശ്രീ റൂബി ആനന്ദ്, വിമൻസ് ഫോറം ഭാരവാഹികൾ, മലയാളം മിഷൻ ഡയറക്ടർ ശ്രീ ഡോക്ടർ ഷാഹുൽ ഹമീദ്, ISCയുടെ എക്സ് ഒഫീഷ്യൽസായ ശ്രീ മണികണ്ഠൻ, മുൻ വനിതാ വിഭാഗം ചെയർലേഡി ശ്രീ സ്മിത രാജേഷ്, മറ്റ് ISCയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ISCയുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി ISC മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനും അധ്യക്ഷ പ്രസംഗത്തിനും വേണ്ടി ISCയുടെ ആദരണീയ അധ്യക്ഷൻ ശ്രീ റസൽ മുഹമ്മദ് സാലിയെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയെയും സദസ്സിനെയും സമ്പന്നമാക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറെ പ്രിയമുള്ള
സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, ഇന്ത്യൻ സോഷ്യൽ സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കലണ്ടർ ഓഫ് ഈവൻസിൽ ഏറ്റവും സുപ്രധാനമായ സ്ഥാനം വഹിക്കുന്ന ഒരു പരിപാടിയാണ് ഓണാഘോഷം എന്നത്. ഇന്ത്യൻ സോഷ്യൽ സെൻറ്ററിൻ്റെ അംഗങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായും 80% വരുന്നത് കേരളത്തിൽ നിന്നുള്ള മലയാളികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഏറെക്കുറെ ഓണാഘോഷ പരിപാടികൾ വലിയ രീതിയിൽ തന്നെ എല്ലാ വർഷവും ഇവിടെ നടക്കാറുമുണ്ട്. ഇന്നത്തെ ഈ പരിപാടിക്ക് ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. ആ വ്യത്യസ്തതകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുമ്പിൽ ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ സ്റ്റേജിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ കാണുന്ന ആ എഴുത്തതടക്കം ഇവിടുത്തെ ലൈറ്റിങ്ങും അതിൻ്റെ സെറ്റിങ്സും എല്ലാം ISCയുടെ 2 കലാവിഭാഗം സെക്രട്ടറിമാരുടെ കരുത്തും അതിൻ്റെ കഴിവും തന്നെയാണ് വ്യക്തതയോടെ കൂടി നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. നിങ്ങൾക്കേവർക്കും തീർച്ചയായിട്ടും മനസ്സിൽ ഓർമ്മിച്ച് വയ്ക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇമ്പമേറിയ ഒരു പരിപാടി തന്നെയായിരിക്കും ഇവിടെ ഈ അരങ്ങിലെത്തുക. ഓണത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചോ ഓണത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചോ ഒന്നും മലയാളിക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യമില്ല. വിശിഷ്യ പ്രവാസി മലയാളികൾക്ക്, അതും അലൈനിലെ മലയാളികൾക്ക്. കാരണം ഇതിനോടകം തന്നെ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു 4-5 സദ്യയൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കഴിഞ്ഞു. സദ്യയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് വിളമ്പുന്ന രീതിയിലല്ല തൃശ്ശൂർ വിളമ്പുന്നത്, തൃശ്ശൂർ വിളമ്പുന്ന രീതിയിലല്ല കണ്ണൂർ വിളമ്പുന്നത്. എല്ലാ കാലവും അതിൻ്റെ തർക്കങ്ങൾ അതിൻ്റെ വഴിക്ക് തന്നെ പോകും. എങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് സമത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓണം വളരെ വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുന്നുണ്ട്. ഇന്ന് കലാപരിപാടികളും ആ വിധത്തിൽ തന്നെയായിരിക്കും ഇവിടെ അരങ്ങിലെത്തിച്ചിരിക്കുന്നത്. ഒരുപാട് കുഞ്ഞുങ്ങൾ, 100ഓളം കലാകാരന്മാരെ അലൈൻ്റെ പൊതുവേദിയിൽ, പൊതുമണ്ഡലത്തിൽ നിന്ന് 100ഓളം കലാകാരന്മാരെ ഒരുമിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ഉത്തരവാദിത്വമാണ്. അതാണ് കലാവിഭാഗം ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് കലാവിഭാഗം സെക്രട്ടറിമാരെ 2 പേരെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നതിന് ഞാൻ ഈ വേദി അവസരം വിനിയോഗിക്കുകയാണ്. ഓരോ സാംസ്കാരിക സംഘടനയുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സാമൂഹികപരമായിട്ടുള്ള ക്രിയാത്മക ഇടപെടലാണ്. ഇവിടുത്തെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ കലാകാരന്മാർക്കും അവസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രക്രിയ നടപ്പാക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്. നിങ്ങൾ ഈ പരിപാടി ഇവിടെ ആസ്വദിക്കാൻ വന്നിരിക്കുമ്പോൾ, വിശിഷ്യ രക്ഷകർത്താക്കളായിട്ടുള്ളവർ, ബഹുമാനപ്പെട്ട ഡോക്ടർ സുധാകരനെ ബഹുമാന പുരസ്സരം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ഒരു ദുശീലമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും വേദിയിൽ വന്ന് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടി കഴിയുമ്പോൾ നമ്മൾ അവരെയും വിളിച്ചുകൊണ്ട് തിരികെ പോകുന്ന ഒരവസ്ഥ. ഏറ്റവും അവസാനത്തെ കുഞ്ഞും ആദ്യത്തെ കുഞ്ഞിന് കിട്ടുന്ന കയ്യടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വേദിയിലെത്തി ഈ പരിപാടിയുടെ ഭാഗമാകുന്നത് എന്ന് ഓരോ രക്ഷകർത്താവും മനസ്സിലാക്കേണ്ടുന്ന ഉത്തരവാദിത്വം അത് നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഓണോത്സവം 2025 ആശംസ അറിയിക്കുന്നതിനായി ഡോക്ടർ സുധാകരനെ ക്ഷണിക്കുന്നു. വെൽക്കം ഡോക്ടർ. നമ്മുടെ എല്ലാം ജീവൻ്റെ ഓജസ്സും ആത്മാവിൻ്റെ വെളിച്ചവുമായ ജഗദീശനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാട്ടിൻ്റെ രാഷ്ട്രപിതാവിനെയും ഈ നാട്ടിലെ ഭരണാധികാരികളെയും അതുപോലെ തന്നെ ഈ നാട്ടിലെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജനങ്ങളെയും നമ്മുടെ എല്ലാം ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സുഖവും സമാധാനവും സംതൃപ്തിയുമേ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേദിയിൽ നിൽക്കുന്ന ഞാൻ കൂടുതൽ സമയങ്ങൾ അപഹരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് ഈ ഒരു ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്. ഓണം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഓണത്തിൻ്റെ ബാക്കി ഒക്കെയാണ് ഇങ്ങനെ. വിശേഷിച്ച് ലജീബിൻ്റെ പ്രകടനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രോഗ്രാമാണ് ഇങ്ങനെയുള്ളത് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഇന്ന് പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടെ ഈ പായസമൊക്കെ കൊടുക്കുന്ന കാരണം ആളുകളെല്ലാം അവിടെ നിൽക്കുകയാണ്.
ഇനി ആ പായസമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരുവാൻ. എനിവേ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാം ആശംസകൾ അർപ്പിക്കുന്നു, അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുവാനായിട്ടൊരു അവസരം തന്നതിന് ഇതിൻ്റെ ഭാരവാഹികൾക്ക് തീർച്ചയായിട്ടും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി ഡോക്ടർ ഷാഹുൽ ഹമീദിനെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ഇന്ത്യൻ സോഷ്യൽ സെൻ്ററിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ റസൽ മുഹമ്മദ് സാലി, വേദിയെ സമ്പന്നമാക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ സദസ്സിനെ സജീവമാക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കൊച്ചു കുഞ്ഞുങ്ങളെ, ഇന്ത്യൻ സോഷ്യൽ സെൻ്ററിൻ്റെ മുൻകാല സാരഥികളെ, മറ്റ് അഭ്യുതകാംക്ഷികളെ, നമസ്കാരം. ആദ്യമായി വളരെ മനോഹരമായി ഇത്തരമൊരു സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ച ഇന്ത്യൻ സോഷ്യൽ സെൻ്ററിൻ്റെ സാരഥികളെയും പ്രവർത്തകരെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ആദ്യമായി ഉപയോഗിക്കുകയാണ്. പിന്നെ നമുക്കറിയാം, ഒരു ലജീബിൻ്റെ സ്പർശം, ആ ഒരു മാന്ത്രിക സ്പർശം, അത് തീർച്ചയായിട്ടും ഈ പരിപാടിക്ക് മിഴിവ് കൂടുതൽ മിഴിവേറി എന്ന് നമുക്ക് തിരിച്ചറിയാം. അത് ഇതിൻ്റെ കലാപരമായ സംവിധാനങ്ങൾ, രംഗസജ്ജീകരണം, ശ്രീ റസൽ പറഞ്ഞ പോലെ ഇതിൻ്റെ ആ ഒരു വേദിയുടെ ഒരു സജ്ജീകരണം, ഇതൊക്കെ കാണിക്കുന്നത് ശ്രീ ലജീബിൻ്റെ മാന്ത്രിക സ്പർശം തന്നെയാണ് എന്ന് ഞാൻ ഇവിടെ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായ ഒരു ഓണാശംസ നേരുകയാണ്. സാന്ദർഭികമായി ചെറിയൊരു കാര്യം കൂടി ഈ സദസ്സിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാനിവിടെ വയ്ക്കുകയാണ്. ഇന്ത്യൻ സോഷ്യൽ സെൻ്ററിൻ്റെ കീഴിൽ കഴിഞ്ഞ 8 വർഷത്തോളമായി അലൈൻ മലയാളം മിഷൻ എന്നൊരു സംവിധാനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാസികളായ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മലയാളം അഭ്യസിക്കാനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ നിരീക്ഷണത്തിലുള്ള നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമാണത്. ഭാഷ അഭ്യസിക്കുക എന്നതിനപ്പുറം നമ്മുടെ ഓണം ആഘോഷത്തിലൂടെ കടന്നു പോവുകയാണ്. സാംസ്കാരികമായും മറ്റു ഒരുപാട് കാര്യങ്ങളിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ നമുക്ക് ആനയിക്കാനുള്ള ഒരു സുവർണാവസരമാണ് അലൈൻ മലയാളം മിഷൻ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കഴിയണം. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധ കൂടി പതിപ്പിക്കണം എന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും അലൈൻ മലയാളം മിഷൻ്റെ ഭാഗത്തു നിന്ന് നേർന്നുകൊണ്ട് ഇവിടെ സാന്നിധ്യമാകാൻ അവസരം തന്ന സംഘാടകർക്ക് നന്ദി കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു. നന്ദി. താങ്ക് യു ഡോക്ടർ. അടുത്തതായി ആശംസ അറിയിക്കാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു റൂബി ടീച്ചർ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ സോഷ്യൽ സെൻറ്റർ വിമൻസ് ഫോറത്തിൻ്റെ പേരിൽ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസകൾ നേരുന്നു. അതോടൊപ്പം എൻ്റർടൈൻമെൻറ്റ് വിങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു ടീച്ചർ. അടുത്ത ആശംസ അറിയിക്കാനായി ഇസത്തിനെ ക്ഷണിക്കുന്നു. Good evening to all on the dais and off the dais. So as you guys know, Onam is a festival that reflects rich culture and heritage to all the Keralians. So on this special occasion, I wish and greet everyone, and on behalf of Children's Forum, I wish today's program all the success. Thank you. മനസ്സിലുണരു ഉഷസന്ധ്യയായി മനസ്സിലുണരു ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി മനസ്സിലുണരു ഉഷസന്ധ്യയായി
മായാമോഹിനി സരസ്വതി സമുദ്രം തിരതല്ലി ആറാട്ടിനാനകളെഴുന്നള്ളി. మగరిగ పాప దనిద గగప దబ నిద మగ నిద గరిజ నిద రిజ నిద పద నిద పద കതിർമണ്ഡപം സപ്തസ്വര മണ്ഡപം കതിർച്ചൂടു മനോരാഗ ശ്രുതി മണ്ഡപം. പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ അതിലോലമിൻ ഇടനാഴിയിൽ നിൻകള മധുരമാം കാലൊച്ച കേട്ടു. മധുരമാം കാലൊച്ച കേട്ടു. കാറ്റിന് കൂട്ടുവരാനൊരു പെണ്ണാളുണ്ടോ? ഓട്ടുവള കൈകളിലേന്തിയ പൂവിന് പുഞ്ചിരി കൊഞ്ചാറുണ്ടോ? തമ്പുരാൻ തന്നേ ചുംബനകാലം ചെറു ചിങ്ങ കുയിലിനും മുത്തുമണിക്കമ്മലണിഞ്ഞ അഴകിനുള്ളിൽ നിറഞ്ഞ തെളിവയെന്ന പൊലി പൊലിയോ അത്തമ്പത്തിനെത്തി ഒരുങ്ങി ഒതുങ്ങി നിന്ന കുരുന്നു വിരുങ്ങി നിന്ന പൊലി പൊലിയോ മുത്തുമണിക്കമ്മലണിഞ്ഞ അഴകിനുള്ളിൽ നിറഞ്ഞ തെളിവയെന്ന പൊലി പൊലിയോ.
കലിതുള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ കലിതുള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ മാറിലേ തേങ്ങലിൽ പരിഭവമുറയുന്നു ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാരകേളിരാലസാവേഗം നീലനില കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കലമായി നീ നിന്തളങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ കാർമൂക്കിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ കറുകരെ കാർമൂക്കിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ കുടം നീ വാർത്തേ
പനി ധനി പനി പകരേ. ഉത്രാടപ്പൂവിളിയിൽ കേരളം ഉണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. ഉത്രാടപ്പൂവിളിയിൽ കേരളം ഉണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. പടയണിയും തെൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലഹരിയിൽ അടിമുടിയുലയുകയായി. പ്രകൃതി തൊഴുതുണരും ഇവിടെയൊരുമയുടെ രാഗഭാവലയനം ലയനം. ഉത്രാടപ്പൂവിളിയിൽ കേരളം ഉണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. നാദങ്ങൾ മനം നിറഞ്ഞു, താളങ്ങൾ ചിലമ്പണിഞ്ഞു. നാദങ്ങൾ മനം നിറഞ്ഞു, താളങ്ങൾ ചിലമ്പണിഞ്ഞു. പുതുപുലരി പ്രണവ പദമോദി നവരജനി കമലദളമാടി. അമരകലയിൽ അമൃതമൊഴിയിൽ ആത്മരാഗ മധുരം മധുര. ഉത്രാടപ്പൂവിളിയിൽ പഗമകരിക ഗരി ഗരി ജരി നിജരി ജനി പഗരിക സപഗപ ഗരി പനി നിജഗരി. ഉത്രാടപ്പൂവിളിയിൽ ഗരി ജനി സരി സ നിജരി നി പനി സരി നി പനി നിജഗരി പഗഗ പനി വ നിജഗരി പഗനി പഗപനി നിജനി സരി ഗരി ജനി പനി ജനി പഗ സരി ഗപനി. ഉത്രാടപ്പൂവിളിയിൽ ഗപഗ ഗപ പ ഗപനി ജനി നി നി പാനി സരി സ സ സ നി സഗരി ജനി സരി ഗരി രി ജനി രി ജനി പാനി രി ഗരി ജനി ഗപനി രി രി ജനി പഗരി സ സ പ പ സ സ സനി പഗരി ഗ ഗ നി നി ഗ ഗ ഗരി ജനി പ സ സ പ പ സ സ സനി പഗരി ഗ സരി ഗ പനി സ നി സഗരി. ഉത്രാടപ്പൂവിളിയിൽ കേരളം ഉണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. മനോഹര നില ശോഭയം നല്ല സമയമിത്.
മഹാബലി അറിയില്ലേ? നമ്മുടെ നാട് ഭരിച്ചിരുന്ന പൊന്നു തമ്പുരാൻ. നാട്ടിലെ അമരാവതി തീരത്ത് കരവൂർവാണ കൊങ്കളം കോവരൻ കാശ്യപ വംശനാം വിരോചന പുത്രൻ ഇന്ദ്രസേന നാമധാരി ബലിചക്രവർത്തി. പ്രജാതത്പര ധർമ്മിഷ്ഠ ഗുരുഭക്തദാനശീല സദ്ഗുണ സമ്പന്ന അസുര രാജരാജൻ. ബലിവാഴും നാട്ടിൽ ആദിവ്യാധിയില്ല, കള്ളപ്പറയില്ല, ചെറുനാഴിയില്ല, കള്ളത്തരങ്ങൾ ആപത്തും തെല്ലില്ല, മാനവരെല്ലാരും ഒന്നായി വസിച്ചിടും. വീണ്ടുവോളം മഴയുണ്ട്, പൊന്നുപോലെ വെയിലുണ്ട്, ലാവ് പെയ്യുന്ന രാവുണ്ട്, പാട്ടുണ്ട്, ധാന്യധനങ്ങൾ തൻ സമ്പത്തുമേറെയുണ്ട്, ഋതുഭംഗിയേറുന്ന കാലങ്ങൾ കൂടെയുണ്ട്, മാബലി വാഴുന്ന സമ്പന്ന നാട്, ശാന്തി സമാധാന സന്തോഷ നാട്. ശാന്തിയും സമാധാനവും നിറഞ്ഞ ഭരണകാലങ്ങളിൽ മഹാബലിക്ക് കൂട്ടായത് തൻ്റെ പ്രിയപത്നി വിന്ധ്യാവലിയായിരുന്നു എന്നതാണ് ഐതിഹ്യം. ഭാര്യ എന്ന നിലയിൽ വിന്ധ്യാവലിയെ നിരവധി പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഹിമവാന്റെ പുത്രിയായ വിന്ധ്യാവലി തൻ്റെ ഭർത്താവും ഭർത്തൃപിതാവായ പ്രഹ്ലാദനും അവരുടെ 100 മക്കൾക്കുമൊപ്പം സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഉത്തമ പ്രതീകമായി ഒരു മാതൃകാ ഭാര്യയായി ചിത്രീകരിക്കപ്പെടുന്നു. തിരുവാതിരയിൽ ശ്രീ പാർവതിയായി പെണ്ണേ നീ രാത്രിയിലാരെ തേടുന്നു, ശ്രീമംഗലയായി വനമല്ലികയായി പൂമാലക്കാവിൽ നീ എന്നെന്തിനു വന്നു, നീരാട്ടിനിറങ്ങും നിറപൗർണമിയല്ലേ നീ, നീരാഞ്ജനമെരിയും നിൻ മോഹങ്ങളിൽ ഞാനില്ലേ, നീരാട്ടിനിറങ്ങും നിറപൗർണമിയല്ലേ നീ, നീരാഞ്ജനമെരിയും നിൻ മോഹങ്ങളിൽ ഞാനില്ലേ, കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ, കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ, കാൽത്തള കൊഞ്ചിയ നാണം പോലെ നിലാവിലൊരുങ്ങി മയങ്ങണ പൊന്നേ കണ്ണാടി, തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് നാടോടി കഥയുടെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്, തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത്. ദേവലോക സിംഹാസനം മോഹിച്ച് യാഗം നടത്തിയ മഹാബലിയെ തടുക്കാൻ മഹാവിഷ്ണു വാമനനായി അവതരിച്ചു. വാമനവേഷം പൂണ്ട മഹാവിഷ്ണു തനിക്ക് തപസ്സു ചെയ്യാനായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു. ദാനധർമ്മിഷ്ഠനായ മഹാബലി അങ്ങയ്ക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളുവാൻ പറയുന്നു. ഭീമാകാരനായി വളർന്ന വാമനൻ ആദ്യ അടി ഭൂമിയും 2ാമത്തേത് ആകാശവും അളന്നതോടെ 3ാമത്തെ അടിക്ക് മഹാബലി തന്റെ തല താഴ്ത്തിക്കൊടുത്തു എന്നതാണ് ഐതിഹ്യം. മനുഷ്യരാശിക്ക് നന്മകൾ ചെയ്ത അങ്ങ് നവഗ്രഹങ്ങളിൽ സമന്വിതമായ സ്ഥാനം അലങ്കരിച്ച് മഹാമണ്ഡലത്തിൽ വിരാജിക്കും. അങ്ങ് ആവശ്യപ്പെട്ട പ്രകാരം ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ അങ്ങയുടെ പ്രജകളെ വന്ന് കാണുവാൻ നാം അനുവാദം തന്നിരിക്കുന്നു. ഇനി മുതൽ അങ്ങ് പാതാളത്തിലെ ചക്രവർത്തിയാണ്. അടുത്ത മന്വന്തരത്തിൽ അങ്ങ് ഇന്ദ്രനായി തീരുകയും ഒടുവിൽ ഭവസായുജ്യം നേടുകയും ചെയ്യും.
ഗജാനനം ചന്ദ്രസമാനവർണം സ്വദന്തപാശാങ്കുശ ലഡ്ഡുകാനി ഹസ്തൈഃ ദധാനം കമലാസനസ്ഥം വിഘ്നേശ്വരം നൗമി സദാ പ്രസന്നം വിഘ്നേശ്വരം നൗമി സദാ പ്രസന്നം. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം വിഭവം തേ ഹൃദയമായി വ്രീളയിതിന്നില്ലഞ്ഞു വേള ഇതല്ല. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം വിഭവം തേ ഹൃദയമായി വ്രീളയിതിന്നില്ലഞ്ഞു വേള ഇതല്ല. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം. വികൃത ഹൃദയെ ഞങ്ങൾ വികിരങ്ങളല്ല, വെറുതെ ഞങ്ങളെ കൊൽവാൻ അവസരമില്ല. വികൃത ഹൃദയെ ഞങ്ങൾ വികിരങ്ങളല്ല, വെറുതെ ഞങ്ങളെ കൊൽവാൻ അവസരമില്ല. വിരവിൽ നിന്നെ ചലിച്ച വിരുതുള്ള ഞങ്ങളെല്ലാം വിപുല മഹിമ തേടും ചൂതുകൾ ചൊല്ലാം. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം വിഭവം തേ ഹൃദയമായി വ്രീളയിതിന്നില്ലഞ്ഞു വേള ഇതല്ല. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം. വിസ്തൃതം നിന്റെ രാജ്യം വിവിധമാം ധനവും വസ്തു സമ്പത്തുക്കളും ഭരിക്കുവാൻ ജനവും. വിസ്തൃതം നിന്റെ രാജ്യം വിവിധമാം ധനവും വസ്തു സമ്പത്തുക്കളും ഭരിക്കുവാൻ ജനവും. ഇത്രവും ഞങ്ങൾ ചെയ്തതറിക നിൻ കഥനവും വസ്ത്രമിരുപാദിപ്പാൻ വന്നതി ജനവും. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം വിഭവം തേ ഹൃദയമായി വ്രീളയിതിന്നില്ലഞ്ഞു വേള ഇതല്ല. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം. വിരസത വരുത്തി നീ സുരപതിക്കുടനെ സ്മരപരവശനായി മരുവിതൻ സദനേ. വിരസത വരുത്തി നീ സുരപതിക്കുടനെ സ്മരപരവശനായി മരുവിതൻ സദനേ. വരുവത് അതിനിന്ന് വരിക നീ ഇവിടെ മരപുരി ധരിച്ചു നീ മരുവുക വിഫലേ. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം വിഭവം
തുണയ്ക്കണം നല്ലതും വല്ലതായിടും നീ തുണയ്ക്കാഞ്ഞാൽ വ്യാസനും ഗുരുക്കന്മാരും ഈശ്വരും ഈശ്വരിയോടെ സംശയത്തിൽ അഴകോടെ വാസം ചെയ്യണം ശാന്താകാരം സരസിജനയനം വന്ദേഹം ചിന്മയരൂപം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം മധുര മുരളി ഉണര് പ്രണയഭരിത കവിതയുണര് മനസ്സു നിറയും അതുല ഹരിത മതമഹോത്സവം വരവീണകൾ മൃദുവാണികൾ മതമൊടു തിരുവടി തൊഴുതട് ശ്രുതിചേരണ മലിമോണതിൽ അനുപദമഴകായി മതിമുഖി മമ സഹിമയിൽ നടയിവളുടെ നടനം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം 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 പരിഭവം പറയാതെ എന്താതെ മൃദുമന്ത്രം ജപിച്ചാട്ടെ മധുരയ്ക്കു വരുന്നേരം തൃപ്പാദം മിഴി തൊട്ടു തൊഴുതാട്ടെ പൊന്നുറിയൊന്നു മുടക്കരുതൊരുവും വെണ്ണകവർന്നു മറഞ്ഞവനല്ലേ മുരഹര ഗിരിധര ഹരിവര ചിന്മയ മതി മതി നിന്മറിമായം പാടാമിനിയൊരു
മനസ്സുകളൊന്നായി കൈകൊട്ടി പാടും ചെണ്ടച്ചിനില കേട്ട് കായൽ തിളക്കത്തിൻ കരയ്ക്കൊരു താളം പിടിച്ചാടി കളിച്ചിടും ഓലക്കിലുക്കങ്ങൾ പകർന്നൊരു വീരൽ ഓണം മുറിച്ചെത്തി കുതിച്ചൊരു ചുണ്ടൻ തുടങ്ങിയിടും ഈ വീരന് നീളും നില കണ്ണാലെ നോക്കിയോളാരോ ഈ നല്ല നേരം നമ്മൾ തരുമ്പോ കുറുമ്പോ പകുത്തു നുകർന്നു ചേരുമ്പോൾ കണ്ണീരും കൽക്കണ്ടം സ്നേഹങ്ങളെ ഓണത്തുമ്പി ചിറകാട്ടിത്തുള്ളി ഈ മാവേലി നാടിൻ്റെ ഉള്ളം നിറയെ ഓണത്തുമ്പി ചിറകാട്ടിത്തുള്ളി ഈ മാവേലി നാടിൻ്റെ ഉള്ളം നിറയെ ഓണത്തുമ്പി ചിറകാട്ടിത്തുള്ളി ഈ മാവേലി നാടിൻ്റെ ഉള്ളം നിറയെ. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെയോതി വന്നു വിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെയോതി വന്നുവോ അഗ്നിസാക്ഷിയായിലത്താലി ചാർത്തിൻ ആദ്യാനുരാഗം ധന്യമാകും മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും. പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും നാലാളറി കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും യമുനാ നദിയാൽ കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെയോതി വന്നുവോ Check. Check, check. ഈരനോടെ ഇന്നും കൈവണങ്ങുമിൻ നിർമ്മാല്യ പുണ്യം പകർന്നു തരാം. ഏറെ ജന്മമായി ഞാൻ നോമ്പു നോൽക്കുമിൻ കൈവല്യമെല്ലാം കാഴ്ചവയ്ക്കാം.
ആലോലക്കുടയിൽ ഞാൻ കൂട്ടുനിൽക്കാം. തുളസീതലമായി തിരുമലരടികളിൽ വീണന്നമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. പ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. എടി ചെത്തി മുല്ലേ ചെമ്പരത്തി അത്തം പത്തും കൊണ്ടോരുത്തി മുറ്റത്തെത്തി പറ്റക്കെത്തി ഓണത്തിരുവോണക്കാലമെത്തി. തുമ്പയാണേ 10 മണിക്ക് അത്തമെത്തേടൊത്ത നടുക്കെ ചെത്തിയാനേ നല്ല വിധിയെ മുറ്റത്തുള്ള ഭാഗ്യവതിയെ. ചെമ്പരത്തി കൊണ്ട് താഴി വെക്ക് നന്ദ്യാർ വട്ടത്തിൽ കണ്ണെഴുത് ശംഖുപുഷ്പം പെരുത്തോർമ തന്ന് മുക്കുറ്റി കൊണ്ടു മുറി ഉണക്ക്. ഓണമെത്തി എടി കുഞ്ഞു ചെത്തി ഓണമെത്തി എടി രാജമല്ലി ഓണമെത്തി എടി പാടമല്ലി ഓണമെത്തി നിത്യ കല്യാണി ഓണത്തിനാകാശമല്ലി എത്തി. వగ పుతురుకో పు పరిక పోగిలమో విమేనాతే పక్కిలమో కలకాత సందన మేర వగ పుతురుకో పు పరిక పోగిలమో విమేనాతే పక్కిలమో లాలాలే లాలే 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 లాలాలే లాలే 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 సందన మేర వగ పుతురుకో పు పరిక పోగిలమో
താഴ്വാരം മൺപൂവി തീകായും പെൺപൂവി മൂടൽ മഞ്ഞുമായി തേടും തെന്നലാ തേടി നിന്നെ ആരാവങ്ങളിൽ ഞാൻ ഓരോരോ രാത്രിയും ഓരോരോ മാത്രയും താഴ്വാരം മൺപൂവി തീകായും പെൺപൂവി. പുൽക്കൊടികളെ മഞ്ഞുമണികൾ പുൽകുമീ തീരമോ പൂപ്പളുങ്കിൻ ചില്ലുപാത്രം നെഞ്ചിലേറ്റും വീഞ്ഞിനോ ലഹരിയേതിനോ മധുരമേതിനോ പാലനിഴലിൽ പീലിയൊഴിയും പാപ്പനം മൈനയും പൊയ്കയോരം ചുണ്ടു ചുണ്ടിൽ പൂക്കൾ നുള്ളും യാമവും പ്രണയ സംഗമം ഹൃദയബന്ധനം തീകായും പെൺപൂവി തേടി നിന്നെ ആരാമങ്ങളിൽ ഞാൻ
ഒയിലാട്ടം കണ്ട് താമസിച്ചേ, കാളകേറാ പൊന്മലയിൽ കാളകളി കണ്ട് താമസിച്ചേ, ആടുകേറാ മാമലയിൽ ആടുകളി കണ്ട് താമസിച്ചേ, കുയിലുകേറാ പൊന്മലയിൽ കുയിലുകളി കണ്ട് താമസിച്ചേ, കൊക്കുകേറാ പൊന്മലയിൽ കൊക്കുകളി കണ്ട് താമസിച്ചേ, കുതിരകേറാ മാമലയിൽ കുതിരകളി കണ്ട് താമസിച്ചേ, വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യ ഭഗവാൻ വന്നുദിക്കാൻ കഴിഞ്ഞ് കൊല്ലത്തിലും കുട്ടലിലും നെല്ലും കെട്ടിയെടുത്തും കൊണ്ടോരായിരം കുലക്കയും വീശി വരും കാരണോരെ പെരുമയും ഭൂമിയിലെ പുലയോരെ കഥ പറ പുലമകൾ സരസ്വതി നാവിലാണ് കഥ പറ കഥ പെരുമയ ഭൂമികളിൽ പല ഭൂമി കൊയ്തെടുത്ത് വരും കാലം കളന്നൊറ്റ പുലയോരെ പഴങ്കഥ പറ 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 വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യ ഭഗവാനോ ഇന്നെന്നെ ഭഗവാനോ വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. പാതിരാപ്പൂ വേണം, പാതിരാരാവ് വേണം, പാതിരാപ്പൂ വേണം, പാതിരാരാവ് വേണം, പാടിക്കളിക്കുവാനായാലിമ വേണം, തുഴക്കാരമ്പതു വേണം, തോണികളായിരമായിരം വേണം, കായലിനോളം തുള്ളുമ്പോൾ പാതിരാപ്പൂ വേണം, പാതിരാരാവ് വേണം, പാതിരാപ്പൂ വേണം, പാതിരാരാവ് വേണം, പാടിക്കളിക്കുവാനായാലിമ വേണം, തുഴക്കാരമ്പതു വേണം, തോണികളായിരമായിരം വേണം, കായലിനോളം
കൊച്ചു പെണ്ണെ കുയിലാണിത് തെത്താരേത് കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ കളിയാട്ടം ആട്ടം തിരുമല മുരുകനുക്ക് മാമല മുരുകനുക്ക് കൊണ്ടാടയ്യ കൊണ്ടാടയ്യ കൊണ്ടാട്ടം തിരുമല മുരുകനുക്ക് മാമല മുരുകനുക്ക് കൊണ്ടാടയ്യ കൊണ്ടാടയ്യ കൊണ്ടാട്ടം അഴകായി ഒരുങ്ങി വന്നാൽ മിന്നാട്ടം അസുര തല പറക്കും തുള്ളാട്ടം ആണ്ടവനിറങ്ങി വന്നാൽ തീയാട്ടം ആരും നദി മറക്കും വെള്ളാട്ടം ആട് പൊന്മയിലേ നാലാംകൂട്ടം വരും പാട് പൂങ്കുയിലേ മേളാങ്കൂട്ടം വരും ആട് പൊന്മയിലേ നാലാംകൂട്ടം വരും കാവുന്തറയിലല്ലോ കോമരം തുള്ളണത് വാളും ജലം പണിഞ്ഞ് കോമരം തുള്ളണത് ആട് പൊന്മയിലേ നാലാംകൂട്ടം വരും പാട് പൂങ്കുയിലേ മേളാങ്കൂട്ടം വരും വെള്ളിമം പീടത്തുമ്മേ എന്നൊരു മാനിനെ കണ്ടേ എന്തൊരു ബാല്യകാലം അയിനങ്ങും കൊണ്ടങ്ങും പോയേ വെള്ളിമം പീടത്തുമ്മേ എന്നൊരു മാനിനെ കണ്ടേ എന്തൊരു ബാല്യകാലം അയിനങ്ങും കൊണ്ടങ്ങും പോയേ പൂവോ 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 നല്ലൊരലങ്ങി പൂവോ 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 നല്ലൊരു ജനപ്പൂവോ പൂവോ പൂവോ കാണാൻ നല്ലൊരു മുല്ലപ്പൂവോ പൂവായ പൂവെല്ലാം ഞാനങ്ങെടുത്ത് പെണ്ണിന്റെ തലയിൽ ചൂടിക്കൊടുത്ത് ആഴ് പൊന്മയിലേ നാലാംകൂട്ടം വരും കാടിളക്കി കരയിളക്കി വീടിളക്കി വഴിയിളക്കി വേട്ടക്കാര് തേടിപ്പോയ കാട്ടുവാഴുന്നരിയോ അമ്പെടുത്ത് വില്ലെടുത്ത് കല്ലെടുത്ത് കവണെടുത്ത് നാല് കാടും കേറിപ്പോവ വീട്ടുകാര് വരിയോ നരിയോ നര നരിയോ നര നരിയോ നര നരിയോ 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 തേക്കുപാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോലങ്കിൽ തില്ലാന ഞാറ്റുപാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോലങ്കിൽ തില്ലാന തേക്കുപാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോലങ്കിൽ തില്ലാന ഞാറ്റുപാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോലങ്കിൽ തില്ലാന തോറ്റംപാട്ടിന്റെ താളത്തിലാണടി പൂവാലങ്കിൽ തില്ലാന തോണിപ്പാട്ടിന്റെ താളത്തിൽ പാടടി കാവാലങ്കിൽ തില്ലാന തോറ്റംപാട്ടിന്റെ താളത്തിലാണടി പൂവാലങ്കിൽ തില്ലാന തോണിപ്പാട്ടിന്റെ താളത്തിൽ പാടടി കാവാലങ്കിൽ തില്ലാന തേക്കുപാട്ടിന്റെ തേക്കുപാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോലങ്കിൽ തില്ലാന നാട്ടുപാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോലങ്കിൽ തില്ലാന തളിരിളക്കിൽ താമരക്കിളിയേ ഇനി ഞാൻ നിനക്കൊരു മാലയും കൊണ്ട്
പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ ഞാൻ പൂക്കളിടുന്ന അവിടെ വരെ പോയിക്കണം. അവിടെ ഞാൻ കുറച്ച് പെൺപ്ലാനിങ് ഉണ്ടാവും. ഓണത്തെപ്പറ്റി പറയുമ്പോൾ ആർപ്പാ